ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് സ്ത്രീകൾ. അപ്പോൾ അവരിൽ ആ മൈനോറിറ്റിയിൽ പോലും നമ്മുടെ അടുത്ത് കുറച്ച് പേര് കമന്റ് ഇട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഡയറക്റ്റായിട്ട് മെസ്സേജ് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം. അപ്പോൾ എന്താണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പ്, അതല്ലെങ്കിൽ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും, എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ, അതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തെങ്കിലും കുറുക്ക് വഴികളാണ് എല്ലാവരും അന്വേഷിക്കാറുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പറയുന്ന കുറുക്ക് വഴികളെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താണ് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു റിയൽ ആയിട്ടുള്ള വേ, എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഇതിനെ സമീപിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. യെസ്, അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഉണ്ടോ പെട്ടെന്ന് വണ്ണം വെക്കാനായിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് ഞാൻ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെഡിസിൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട്. ഇതിന് മുമ്പത്തെ പല വീഡിയോസിലും നമ്മൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വണ്ണം വെക്കാൻ വേണ്ടിയുള്ള പല മരുന്നുകളും കഴിച്ചിട്ട് ഉണ്ടായ കുറേ സിറ്റുവേഷൻസ്, വണ്ണം വെച്ചതിൻ്റെ കാര്യങ്ങളും പിന്നീട് ഉണ്ടായ സംഭവങ്ങളും എല്ലാം നമ്മൾ ഇതിന് മുമ്പത്തെ കുറച്ച് വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മെഡിസിൻ എവിടെ കിട്ടും. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി അത് ഭയങ്കര സീനാണെന്നാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് വണ്ണം വെച്ചാൽ മതി. ബിക്കോസ് എനിക്കറിയാം, കാരണം ഞാനും എനിക്ക് തോന്നുന്നു ഞാൻ +2 ഒക്കെ പഠിക്കുമ്പോൾ ഏകദേശം 45 kg ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അത് കഴിഞ്ഞ് നിന്നിട്ട് ഞാൻ പിന്നീട് വെയിറ്റ് ഗെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് അൺകംഫർട്ടബിൾ ആണ്. നമ്മൾ വണ്ണം ഇല്ല, നമുക്ക് ആവശ്യത്തിന് വണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്കൊരു മിനിമം വണ്ണം വേണമെന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ ഭയങ്കര സ്കിന്നി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നാറില്ല. ആൻഡ് പല ആൾക്കാരും അത് കൺസിഡർ ചെയ്യുന്നില്ല. കുറച്ചൊക്കെ വണ്ണം വേണം. അപ്പോൾ ആ വണ്ണം എങ്ങനെ വെപ്പിക്കുക എന്നുള്ളതിനെ പറ്റി നോക്കുമ്പോൾ ഇതുപോലുള്ള ഡ്രഗ്സ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. ഒരിക്കലും അങ്ങനത്തെ ഡ്രഗ്സ് യൂസ് ചെയ്തുകൊണ്ട് വണ്ണം വയ്ക്കാൻ പാടില്ല. ഭയങ്കര അൺഹെൽത്തിയാണ്. വണ്ണം വയ്ക്കാനായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണാൻ പറ്റും. എങ്ങനെ വണ്ണം വെപ്പിക്കാം. രാവിലെ നിങ്ങൾ എണീച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്ന സാധനം കലക്കി കുടിക്കുക, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ എണീച്ച് കഴിഞ്ഞിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ ഇന്ന പരിപ്പ്, അല്ലെങ്കിൽ ഇന്ന സാധനം, ഇന്ന ഇല, അങ്ങനെ 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 ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പൊടിക്കൈയും ഒന്നും യൂസ് ചെയ്തിട്ട് വണ്ണം വെപ്പിക്കാൻ നോക്കിയിട്ട് നടക്കാൻ പോണ കാര്യമല്ലത്. വണ്ണം നിങ്ങൾക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം വെക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും. അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺസിന്റെയോ ഡെഫിഷ്യൻസിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം ഫിക്സ് ചെയ്യുക. അത് ഫിക്സ് ചെയ്യാണ്ട് വെറുതെ കിടന്ന് ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനുള്ള വഴികൾ നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഫുഡ്. ഭയങ്കര ബേസിക് കാര്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് വണ്ണം വെപ്പിക്കാന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക. അപ്പോൾ എല്ലാവരും പറയും, ബ്രോ ഞാൻ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട് ബ്രോ, ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു, പക്ഷെ എൻ്റെ ശരീരത്തിലൊന്നും പിടിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഞാൻ എന്ത് കഴിച്ചാലും ശരീരത്തിൽ പിടിക്കില്ല എന്നാ. അങ്ങനെ ഒരു സാധനം ഇല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ആവശ്യത്തിനല്ല, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വേണ്ട ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വണ്ണം വെക്കാത്തത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എന്തെങ്കിലും ഹോർമോണൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അത് നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഒരു സിറ്റിംഗിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും, അതായത് ഡോക്ടർ പറയുകയാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നില്ല. ആവശ്യത്തിന് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയാം. അതാണ് ഒരു കാര്യം. പിന്നെ നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് പോലുള്ള ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് പോലുള്ള വർക്കൗട്ട്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. ഇതും ഒരു രീതിയിൽ ഇൻഡയറക്ട്ലിയും ഡയറക്ട്ലി എല്ലാം നിങ്ങളെ വണ്ണം വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഇനി അത് പറ്റില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ആദ്യം പറഞ്ഞ കാര്യവും ദെൻ നെക്സ്റ്റ് കാര്യവും ഫിക്സ് ചെയ്താൽ മാത്രം തന്നെ നിങ്ങൾക്ക് വണ്ണം വെക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വണ്ണം വെക്കും. പിന്നെ നെക്സ്റ്റ് കാര്യം, ഇതിനെല്ലാം എക്സ്പ്ലനേഷൻ തരാം. നെക്സ്റ്റ് കാര്യം പറയുന്നതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങളുടെ സ്ലീപ്പ്. അത് നിങ്ങൾ പ്രോപ്പർ ആക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്ലീപ്പ് നിങ്ങളുടെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഫിക്സ് ചെയ്യാനുണ്ട്. അതെല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ണം വെക്കാതെ വേറെ വഴിയില്ല. നിങ്ങൾ ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ണം വെക്കും. ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഡയറ്റ്. നിങ്ങൾ കുറേ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് പറയും, പക്ഷെ നിങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും ആവശ്യത്തിനില്ല. ഡയറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
നിങ്ങൾക്ക് കലോറി സർപ്ലസിലെ ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം വെക്കുള്ളൂ. വെറും കലോറി സർപ്ലസ് പോരാ, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം നിങ്ങൾക്ക് വണ്ണമില്ലെങ്കിൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡിനെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. വൈറ്റമിൻ മിനറലൊക്കെ മൈക്രോ ന്യൂട്രിയൻസാണ്. മാക്രോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. ഇത് മൂന്നും. ഈ മൂന്ന് സാധനം നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഫാറ്റും പ്രോട്ടീനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഡയറ്റിനകത്ത്. നിങ്ങൾക്ക് വണ്ണം വെക്കുന്നില്ലാന്നെങ്കിൽ ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് കഴിക്കണം. പക്ഷെ നിങ്ങൾ ഡയറ്റ് എടുത്ത് നോക്കുക, നിങ്ങളൊക്കെ ആകെ കഴിക്കുന്ന ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രമാണ്. ഇത് മാത്രം ഇങ്ങനെ കഴിച്ചിട്ട് എന്താ കാര്യം? കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വണ്ണം വെക്കാൻ പോകണില്ല. വണ്ണം വെക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ, അത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ടേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ക്വാളിറ്റി ഫുഡ് വേണം. പ്രോട്ടീൻ നമുക്ക് ഭയങ്കര എസെൻഷ്യലാണ്. നമ്മുടെ സെൽസ്, ഈവൻ നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ, ഇതിനെല്ലാത്തിനെ റിപ്പയറിങ് കറക്റ്റായിട്ട് നടക്കുന്നത് നിങ്ങളുടെ ഡയറ്റിനകത്ത് ആവശ്യം പ്രോട്ടീൻ വേണം. കാർബോഹൈഡ്രേറ്റ്, യെസ് ഓഫ് കോഴ്സ് കാർബോഹൈഡ്രേറ്റ് വേണ്ടെന്നല്ലേ പറഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് നല്ലതായിട്ട് വേണം. പക്ഷെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഫാറ്റ്. ഈ ഫാറ്റ് എന്ന് പറഞ്ഞ സാധനം മിക്ക ആൾക്കാരും കഴിക്കത്തില്ല. നിങ്ങളെല്ലാവരും കഴിക്കുന്ന ഫുഡിനകത്ത് ആവശ്യത്തിലധികം കുറേ സ്വീറ്റ്സും അതുപോലുള്ള സംഭവങ്ങളും മിക്ക ആൾക്കാരുടെയും ഇഷ്ടം പോലെ ഉണ്ടാവും. ഡയറി മിൽക്ക് കഴിക്കും, ചോക്ലേറ്റ് കഴിക്കും, ഐസ്ക്രീം കഴിക്കും, ഇതൊക്കെ കഴിക്കും. ഇതൊക്കെ സിമ്പിൾ ഫോം ഓഫ് അൺഹെൽത്തി ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കുറേ കഴിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഡയറ്റിനകത്ത് വേണ്ടത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ദെൻ വേറെ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷുഗർ ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ, ഇതുപോലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള പാക്ക്ഡ് ഫുഡ്സോ അല്ലെങ്കിൽ സ്വീറ്റ്സോ കഴിക്കുമ്പോൾ അത് നിങ്ങളെ വേറെ കുറേ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മാക്രോന്യൂട്രിയൻ ലെവലിലും മാത്രമല്ല, നിങ്ങളുടെ ഹോർമോണൽ ലെവലിലും നിങ്ങളുടെ ബോഡിക്കകത്ത് നടക്കുന്ന പല ഫംഗ്ഷനെയും ഇത് ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് സ്വീറ്റ്സ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. സ്വീറ്റ്സ് എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നോക്കുക. ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നോക്കുക. ദെൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഡ് ചെയ്യുക. പ്രോട്ടീൻ റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഇറച്ചി, മീൻ, മുട്ട, ഇതൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. ദെൻ നിങ്ങൾ ആഡ് ചെയ്യേണ്ട സാധനമാണ് ഫാറ്റ്. നിങ്ങളുടെ ഡയറ്റിനകത്ത് നിങ്ങൾ ഫാറ്റ് ആഡ് ചെയ്യുക. അതായത് ബട്ടർ, ഗീ, മുട്ടയുടെ മഞ്ഞ, പിന്നെ നിങ്ങൾ ഇറച്ചി മീനും കഴിക്കുമ്പോൾ അതിനകത്തുള്ള ഫാറ്റ്, ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിനകത്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്യുക. കാരണം ഫാറ്റ് ഉണ്ടെങ്കിലേ നിങ്ങളുടെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കത്തുള്ളൂ. ഫാറ്റിന് വലിയൊരു റോളുണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. സോ ഇതും ആവശ്യത്തിന് നിങ്ങളുടെ ഡയറ്റിനകത്തേക്ക് ആഡ് ചെയ്യുക. ഈ മൂന്ന് സാധനങ്ങൾ മിനിമം ഒരു ക്വാണ്ടിറ്റിയിലെങ്കിലും വേണം. ഒരു ദിവസം ഒരു 3 മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അയ്യോ, മെയിനായിട്ട് ആൾക്കാർ പറയുന്ന സാധനമാണ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ബ്രോ മുഖത്ത് കുരു വരും, അതുകൊണ്ട് മുട്ട കഴിക്കാതെ. നിങ്ങൾ ആദ്യം തന്നെ മുട്ട കഴിക്കുമ്പോൾ ഈ മധുരം കഴിക്കുന്നത് ആദ്യം നിർത്തുക. മധുരം കഴിക്കുന്നത് നിർത്തിയിട്ട് നിങ്ങൾ മുട്ട കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഷുഗർ കഴിക്കുന്നതുകൊണ്ടാണ് 90% ആൾക്കാർക്കും ഈ പറയുന്ന മുഖത്തിൽ കുരു വരുന്നത്. ഈ ഷുഗർ ഒപ്പം ഫാറ്റ് കഴിക്കുമ്പോൾ പ്രശ്നം, നിങ്ങളുടെ സ്കിന്നിന് ഒന്നാവും, നിങ്ങൾക്ക് വണ്ണം വയ്ക്കും, നിങ്ങൾക്ക് ഹോർമോൺസ് ഇഷ്യൂസ് ഉള്ളതൊക്കെ കുറേ ആൾക്കാരുടെ മാറും, നിങ്ങൾ ഭയങ്കര ബെറ്റർ ആവും. സോ അതുകൊണ്ട് ഡയറ്റിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, വൈറ്റമിൻ, മിനറൽസ്, അത് തന്നെ കിട്ടിക്കോളും. സോ അതിലേക്ക് പിന്നെ വേറെ വറിയിടാവേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒമേഗ 3 ഒക്കെ പോലുള്ള സപ്ലിമെന്റ്സ്, അത് വേറെ കാര്യം. പിന്നെ ഈ പറയുന്ന പ്രോട്ടീൻ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഭയങ്കര ബിസി ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ അതിനകത്ത് അതുണ്ട് ഇതുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റഡിക്കകത്ത് അങ്ങനെ പറയുന്നത് ഒരു മാങ്ങയില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ റെഗുലർ ആയിട്ട് മാഗി കഴിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഇതുപോലെ പാക്കഡ് ഫുഡ്സ് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഡയറി മിൽക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്ന ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇത് കൂടുതലൊന്നും പറയുന്ന സപ്ലിമെന്റ്സിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രോട്ടീൻ എങ്കിലും കിട്ടും ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് കറക്റ്റായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എന്തെങ്കിലും എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഫുഡിൽ നിന്ന് തന്നെ പ്രോട്ടീൻ അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ ബാക്കി എല്ലാ കാര്യവും ഓക്കെയോ. ദെൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. വർക്കൗട്ട് ഒരു ഓപ്ഷണൽ കാര്യമാണ്. വർക്കൗട്ട് കൂടെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് റിസൾട്ട് വരും. ഒരു ഓപ്ഷണൽ കാര്യമാണ്. കാരണം വർക്കൗട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സ്ത്രീകൾക്ക് പെട്ടെന്ന് ഏജ് ആവുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. 30 കഴിയുമ്പോഴത്തേക്ക് മിക്ക സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഏജ്ഡ് ആയിട്ടുള്ള ഫീൽ വരും. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ മാക്സിമം സ്ലോ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, വർക്കൗട്ട് ചെയ്യാന്നുള്ള ഹെവി ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് നോക്കുക. അല്ലാണ്ട് ചുമ്മാ ജിമ്മിൽ പോയിട്ട് കുറെ കാർഡിയോ വർക്കൗട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറെ നേരം ട്രെഡ്മില്ലിൽ നടന്ന് സൈക്കിളിൽ നടന്നിട്ട് പോകുന്ന പരിപാടിയല്ല. വെയിറ്റ് ട്രെയിനിങ്, ഡെഡ് ലിഫ്റ്റ്, ഷോൾഡർ പ്രസ് അല്ലെങ്കിൽ ബെഞ്ച് പ്രസ്, ഇങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറൽ ലിഫ്റ്റുകളൊക്കെ വരുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുക. മസിൽസിനെ ട്രെയിൻ ചെയ്യുക. മസിൽസിനെ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആണുങ്ങളെ പോലെ മസിലൊന്നും വരാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങളുടെ മസിൽസ് സ്ട്രോങ് ആവും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏജിങ് പ്രോസസ്സ് സ്ലോ ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആ ഒരു സംഭവം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിൻ ചെയ്യുക. ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ അത് ഹോർമോണൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട്, അതായത് ഗുഡ് ക്വാളിറ്റി മസിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ഗെയിനിങ്ങിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
നല്ല ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ബെനിഫിറ്റ്സ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്, കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് മാത്രമേ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. സോ ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താങ്ക് ചെയ്യും. അത്രയും നല്ല കാര്യമാണ് വെയിറ്റ് ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കാര്യമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ ഫിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളിന്ന് പറയാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളുടെ സ്ലീപ്പ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വെക്കില്ല. 2 മണിക്കൂറും 3 മണിക്കൂറും കിടന്ന് ഉറങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് വണ്ണം വെക്കില്ല. ആൻഡ് ഇഷ്ടം പോലെ വേറെ പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാവും. സ്ലീപ്പ് നിങ്ങൾ പ്രോപ്പർ ആക്കാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് തിങ്, നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ എൻഡോക്രൈൻ ഡിസ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഹോർമോൺസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഐറ്റംസ് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. റൂം ഫ്രഷ്നേഴ്സ്, പെർഫ്യൂംസ്, അതുപോലെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന പല ഐറ്റംസ്, സൺസ്ക്രീൻ, അങ്ങനെ പല സാധനങ്ങൾ നമുക്ക് കുറേയൊക്കെ ബാഡാണ്. മിക്ക ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. ഇതിനൊക്കെ റീസൺ നമ്മൾ ഇതുപോലെ സൺസ്ക്രീൻ ഇതൊക്കെ ഭയങ്കര റെഗുലറായിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കും. ചിലരൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും സൺസ്ക്രീൻ ഇട്ടിട്ടേ ഇരിക്കത്തുള്ളൂ. അത് ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ മാക്സിമം ഈ സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഹോർമോണൽ ലെവലിലുള്ള ചേഞ്ചസ് ഇഷ്ടം പോലെ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ഫിക്സ് ചെയ്യുക. സോ ഇത്രയും കാര്യം, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഈ പറയുന്ന ടിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന മെഡിസിൻസ് ഇതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നല്ലാണ്ട് വേറെ ഒരു ബെനിഫിറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കാണുന്ന ഞാൻ വിചാരിക്കുന്ന വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും